നമസ്തേ. ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്തജന തിരക്ക് വർദ്ധിച്ചിട്ടും സുഗമമായ ദർശനം ഉറപ്പാക്കാനായത് നേട്ടമാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. 20-ലധികമുള്ള വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സംയുക്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇതിന് കാരണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൽകിയ പിന്തുണയും നിർണായകമായി എന്ന് അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തിന് ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരിൽ നിന്നും ദർശനവും മറ്റ് സൗകര്യങ്ങളും സംബന്ധിച്ച് സംതൃപ്തമായ റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള 20-ലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒന്നിച്ചുള്ളൊരു പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളത്. പാർക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലായാലും ശുദ്ധജലത്തിൻ്റെ കാര്യത്തിലായാലും ലഘുഭക്ഷണമായാലും പ്രസാദം വഴിപാടുകളായാലും അന്നദാനമായാലും ഇവയിലെല്ലാം കൂടുതൽ മുൻകരുതലുകൾ എടുക്കാൻ കഴിഞ്ഞത് ഇതിന് സഹായകമായി. സന്നിധാനം കോൺഫറൻസ് ഹാളിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് A അജികുമാർ, G സുന്ദരേശൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 10 ലക്ഷത്തിലധികം ഭക്തരാണ് സീസൺ ആരംഭിച്ചതിനു ശേഷം ശബരിമലയിലേക്ക് എത്തിയത്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു. 87,999 പേരാണ് ഈ ദിവസം ദർശനത്തിന് എത്തിയത്. കഴിഞ്ഞ മണ്ഡലകാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദ്യത്തെ 12 ദിവസത്തെ കണക്കുകൾ അനുസരിച്ച് 15,89,12,575 രൂപയുടെ വർധനവാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളത്. 63 കോടിയിലധികം രൂപയാണ് ആകെ വരുമാനം. അപ്പം അരവണ വിൽപ്പനയിലും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് 12-ാം ദിവസം വരെ അപ്പം വിൽപ്പന വഴി ലഭിച്ചത് 3,13,99,245 രൂപയും ഈ തീർത്ഥാടന കാലത്ത് അപ്പം വിൽപ്പന വരവ് 3,53,28,555 രൂപയുമാണ്. അപ്പം വിൽപ്പനയിൽ 39 ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് കഴിഞ്ഞ വർഷത്തെ, അതായത് ഈ 12 ദിവസം വരെയുള്ള കണക്ക് അപേക്ഷിച്ച് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. എല്ലാം ഈ 12 ദിവസത്തെ കണക്കാണ് കേട്ടോ. ഈ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് അരവണ വിൽപ്പനയിലൂടെ ലഭിച്ചത് 19 കോടിയിലധികം രൂപയാണ്. ഇത്തവണ 28 കോടിയാണ് അരവണ വിൽപ്പനയിലൂടെ ലഭിച്ചത്. അരവണ വിൽപ്പനയിലൂടെ 95 കോടി രൂപയുടെ അധിക വരുമാനമാണ് കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പോലീസ് വളരെ സുരക്ഷിതമായ ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. 18-ാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസിൻ്റെ സമയക്രമം ക്രമീകരിച്ചതും നമ്മുടെ ദർശന സമയം കൂട്ടിയതും 18-ാം പടിയിൽ കൂടുതൽ സൗകര്യങ്ങൾ, പോലീസിന് കുറച്ചുകൂടി സൗകര്യപ്രദമായ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതും 1 മിനിറ്റിൽ ശരാശരി 80-ലധികം പേരെ കയറ്റിവിടുവാൻ സഹായകമായി. മാത്രമല്ല, പമ്പയിൽ ഒരുക്കിയ ജർമ്മൻ പന്തൽ, സന്നിധാനത്തെ പന്തലുകൾ, പമ്പയിലെ നടപ്പന്തലുകൾ, ഇതെല്ലാം ഭക്തർക്ക് വളരെ ആശ്വാസകരമാവുന്ന വാർത്തകളാണ് വരുന്നത്. ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ സ്ഥാപിച്ചിട്ടുള്ള കിയോസ്കുകളും സ്ഥാപിച്ചുകൊണ്ട് ലഘുഭക്ഷണവും ശുദ്ധജലവും ഒക്കെ ആവശ്യത്തിലധികം ഭക്തർക്ക് കൊടുക്കാൻ സാധിച്ചു. നമുക്ക് വളരെ നേരത്തെ തന്നെ ഒക്ടോബർ 18 മുതൽ അരവണയുടെ കാര്യത്തിൽ കരുതൽ ശേഖരം ആരംഭിക്കുവാൻ പ്രൊഡക്ഷൻ ആരംഭിച്ചത് വഴി വൃശ്ചികം 1 ആയപ്പോഴേക്കും 40 ലക്ഷത്തിൻ്റെ കരുതൽ ശേഖരം നമുക്കുണ്ടായി. അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഭക്തർക്ക് അരവണയും അപ്പവും ഒക്കെ തന്നെ യഥേഷ്ടം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുവാൻ അത് സഹായകമായി. പമ്പ നദിയിലെ തുണി ഉപേക്ഷിക്കൽ, മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ തുടങ്ങിയവ ശബരിമല ആചാരങ്ങളുടെ ഭാഗമല്ല എന്ന് തന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഭക്തജനങ്ങൾക്കിടയിൽ പരമാവധി ബോധവൽക്കരണം നടത്തുന്നതിനാണ് ബോർഡിന്റെ ശ്രമം. നിരന്തരമായ അഭ്യർത്ഥന ബഹുമാനപ്പെട്ട തന്ത്രി കണ്ഠര രാജീവരുടെ ഭാഗത്തു നിന്നും ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും പ്ലാസ്റ്റിക് ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരമാവധി പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവരുന്നതിൽ നിന്നും ഭക്തജനങ്ങൾ പിന്തിരിയണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിനുള്ളത്. മാത്രമല്ല, പുണ്യനദിയാണ് പമ്പ. ആ പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒരു ആചാരമാണ് എന്നുള്ള മട്ടിലാണ് ഇപ്പോഴും ചില ഭക്തർ പെരുമാറുന്നത്. ദയവ് ഇത് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. അതൊരു ആചാരമല്ല, അത് അനാചാരമാണ്. അത്
പുണ്യനദിയായ പമ്പയെ മലിനമാക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് തന്ത്രി നിരന്തരം പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും, പ്ലാസ്റ്റിക് ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്നതിൽ നിന്നും അതുപോലെ തന്നെ പമ്പാ നദിയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിന്നും ഭക്തർ പിൻവാങ്ങണമെന്നാണ് ദേവസ്വം ബോർഡിന് പറയുവാനുള്ളത്. മാളികപ്പുറത്തടക്കം ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കും. കേരളത്തിനകത്തും പുറത്തുമുള്ള ഗുരുസ്വാമിമാർക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകും. വിർച്വൽ ക്യൂ വിജയകരമായാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗിൽ പരമാവധി ഭക്തരെ കടത്തിവിടുന്നതിനായി പമ്പയിൽ മാത്രം 8 കൗണ്ടറുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഭക്തർ തങ്ങളുടെ ആധാർ കാർഡ് മാത്രം കയ്യിൽ കരുതിയാൽ മതിയാകും എന്നും പ്രസിഡന്റ് അറിയിച്ചു. തീർത്ഥാടകർക്കായി 3 തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരു ആശങ്കയും വേണ്ട. എത്ര ഭക്തർ വന്നാലും തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ഭഗവാന്റെ ദർശനം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും പുല്ലുമേട്ടിലും എരുമേലിയും ഏറ്റവും പ്രധാനമായി ഒരുക്കിയിരിക്കുന്നത് പമ്പയിലാണ്. പമ്പയിൽ എത്ര പേര് വന്നാലും 7 കൗണ്ടറുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് പേർക്ക് എത്ര പേര് വന്നാലും ഇരിക്കാൻ പറ്റുന്നൊരു പന്തൽ ഇതിനു വേണ്ടി മാത്രം, തത്സമയ ഓൺലൈൻ ബുക്കിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേര് വന്നാലും അവർക്കെല്ലാം ദർശനം കൊടുക്കുവാനുള്ള തത്സമയ ബുക്കിംഗ് ക്രമീകരണം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും കടന്നു വരാം. അവർക്ക് ആധാർ കോപ്പിയോ ആധാറിൻ്റെ കോപ്പിയോ കൈവശമുണ്ടായിരുന്നാൽ മതിയാവും. 18ാം പടിയിൽ പോലീസിന്റെ ഡ്യൂട്ടി സമയം കുറച്ചതും സന്നിധാനത്തെ ക്രമീകരണങ്ങളും ഭക്തർക്ക് ഏറ്റവും സുഗമമായ ദർശനമാണ് ഉറപ്പാക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം വിലപ്പെട്ടതാണ് എന്നും പ്രസിഡന്റ് പറഞ്ഞു. പമ്പയിലും സന്നിധാനത്തും ചരിത്രത്തിൽ ആദ്യമായി ജർമ്മൻ ഹാങ്ങർ ഒരുക്കി ഭക്തർക്ക് തണൽ ഒരുക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ഡിസംബർ അവസാന വാരം നടത്താൻ ബോർഡ് ആലോചിക്കുന്നുണ്ട് എന്നും ആചാരങ്ങൾ സംബന്ധിച്ച പ്രചാരണം സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു.